രക്ഷിച്ചിടുവാനായി വാനത്തിൽ നിന്നേഹത്തിൽ വന്നു താൻ ജീവനേകിയോരേശു ഭൂവിൽ തിരികെ വരും. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. അനുസരണക്കേടിന് അധിപതി അല്ലെങ്കിൽ ലോകത്തിന് അധിപതിയായ ആ അതായത് ദൈവത്തെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, ദുഷ്ടാത്മാവിനെ അനുസരിച്ച് നടന്നവരാണ് നമ്മുടെ മേൽ കൃപ തോന്നത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടേയില്ല. എന്താ ചെയ്തിട്ടുള്ളത്? എന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം അതിക്രമങ്ങളാൽ മരിച്ചിടുന്നവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ അവൻ ജീവിച്ചു. അവന്റെ കരുണയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. 5-ാം വാക്യത്തിൽ 2:5 അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മളെ ജീവിപ്പിച്ചു. മരിച്ചതൊരു സ്വാഭാവിക പ്രവൃത്തിയാണ്, പക്ഷെ ജീവിപ്പിച്ചത് ആരുടെ പ്രവൃത്തിയാണ്? അവന്റെ പ്രവൃത്തിയാണ്. അത് സ്വാഭാവിക പ്രവൃത്തിയല്ല, അവന്റെ ഇന്റൻഷണൽ ആക്ടാണ്. അവൻ ജീവിപ്പിക്കുകയാണ്. അവനൊരു കാര്യം ചെയ്താൽ അതിനൊരു ലക്ഷ്യമുണ്ട്. അവൻ എന്നെ ജീവിപ്പിച്ചു, അവൻ എന്നെ ഉയിർപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചു. നമ്മൾ റോമാലേഖനത്തില് സ്നാനത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗത്ത് 6-ാമത്തെ അധ്യായത്തില് നമുക്കറിയാമല്ലോ, 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ല യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നോക്കുക, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഞാൻ ആകെപ്പാടെ എന്നെയും അവനെയും കൂടെ ഒരുമിച്ച് ഒരു കയറെ കെട്ടി, അല്ലെങ്കിൽ അവൻ എന്നെ അവന്റെ കൂടെ ഐ വാസ് ബൗണ്ട് വിത്ത് ഹിം ഓൺ ദ ക്രോസ്. മരണത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എപ്പോഴാണ് ഞാൻ യേശു ക്രിസ്തുവുമായിട്ട് ബൗണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഓൺ ദ ക്രോസ്. അന്നേരം ഞാനും അവനും കൂടെ ഒരു കയറ് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ തുടങ്ങിയതാണ്, എന്നെ കെട്ടിയതാണ്. എന്നിട്ട് അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ്? അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അല്ലാതെ സ്നാനമേറ്റ് മുകളിലോട്ട് വന്നിട്ട് യേശുവിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോകാനല്ല. മരണത്തിൽ അവനോടുകൂടെ ചേർക്കപ്പെട്ടെങ്കിൽ ഇനി അവനുമായിട്ട് വേർപിരിയുന്ന ഒരു പ്രശ്നം, നിത്യതയിൽ ഉൾപ്പെടെ ഞാൻ അവനോട് വേർപെടുന്നില്ല. ഐ എം ബൗണ്ട് വിത്ത് ഹിം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ കയറി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കൊന്നുമല്ല, അത് സ്വർഗത്തിൽ ഉൾപ്പെടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലുണ്ട്. നിത്യതയിൽ ഉൾപ്പെടെ. കൊലോസ്യർ 2-ാം അധ്യായം 3-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ അവനോടുകൂടെ നിങ്ങളും നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വേർപിരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി ഇപ്പോൾ എല്ലാം അവന്റെ കൂടെയാണ്. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിന്? നാം അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്പോൾ യേശു എന്നെ ഉയിർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? അവന്റെ കൂടെ ഞാൻ നടക്കേണ്ടതിനാണ്. എങ്ങനെ? ജീവന്റെ പുതുക്കത്തിൽ. ഈ ടോട്ടലി എന്താണ്? മരിച്ചത് സ്വാഭാവിക പ്രവൃത്തിയാണ്, പക്ഷെ ഉയിർപ്പിച്ചത് ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എന്തിന്? ഉയിർപ്പിക്കപ്പെട്ടവന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോ അവന് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഒന്നും ഇല്ലെന്നുള്ളതാണ്. ഉയിർപ്പിക്കപ്പെട്ടവന് സ്വന്തം ഐഡന്റിറ്റി ഇല്ല. ഇനി എല്ലാം ക്രിസ്തുവിന്റെ കൂടെയാണ്, അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. കാര്യം ഞാൻ ബൗണ്ടാണ്, ക്രിസ്തുവുമായിട്ട് ബൗണ്ടാണ്, യൂണിയൻ. അതാണ് ഞാൻ പറഞ്ഞത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനിൽ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ യേശുവും ഞാനും തമ്മിലുള്ള ഒരു യൂണിയനാണ്, അല്ലേ? ഞാൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഒരു ശരീരമാകുന്നു, പക്ഷെ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരാത്മാവാകുന്നു. അങ്ങനെ ഞാനും ക്രിസ്തുവും ഒരാത്മാവ്, ഏകാത്മാവിന്റെ ലെവലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വയമായിട്ട് യാതൊന്നുമില്ല, ഒരു ഐഡന്റിറ്റി ഇല്ല, എനിക്ക് വേണ്ട. അവനോട് കൂടെ അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എന്തിനാണ്
ഞാൻ അവനോടുകൂടെ ഉയിർപ്പിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അവനോട് കൂടെ നടക്കാൻ വേണ്ടിയാണ്. അവനോട് കൂടെ നടക്കാൻ മാത്രമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കാനാണ്. അവന് കയറിയിരിക്കണമെങ്കിൽ ഈ പുതിയ ലോകത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട ഈ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നേ പറ്റുള്ളായിരുന്നു. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കണമെങ്കിൽ ഞാൻ ചെളി പിടിച്ച ചെളിക്കുണ്ടിൽ ഞാൻ കിടന്നാല് കഴിയില്ല, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുപ്പ് അനിവാര്യമാകുന്നതിന്റെ കാരണം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നടക്കേണ്ടത് എന്താണ്? വീണ്ടെടുപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്, ശരിക്കും അടുത്ത പാഠം അതാണ്, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈ ഒരു പ്രോസസ് നമ്മളൊന്ന് പഠിക്കണം, ഈ വീണ്ടെടുപ്പിന്റെ പാഠം. അവൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവൻ വീണ്ടെടുത്തേച്ച്, അല്ലെങ്കിൽ നമ്മോടുകൂടെ എന്താണ്, അവൻ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയിർപ്പിച്ചേച്ച് അവൻ നമ്മളെ വെറുതെ പറഞ്ഞു വിടുകയല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് വേഴ്സ് 7 നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് വീണ്ടെടുത്തേച്ച് പിന്നെയും അവൻ, എന്നാ മോനെ നീ കുഴി വീണതല്ലേ, നിന്നെ എണീപ്പിച്ച് വിട്ടതല്ലേ, നീ എന്നാ ഇനിയും സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഞാൻ വഴി കൂടെ നടക്കുകയാണെങ്കിൽ ഒരു കുഴിക്കകത്ത് വീണെന്ന് വെക്കുക, ആ കുഴിക്കകത്തുനിന്ന് എന്നെ കർത്താവ് വന്ന് രക്ഷിച്ച് മോളിൽ കയറ്റിയിട്ട് ഇനി സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞു വിട്ടിട്ട് പോലും കാര്യമില്ല. കാര്യം ഞാൻ എത്ര സൂക്ഷിച്ചാലും ഈ ഒരു കുഴിയൊന്നുമല്ല, ഇവിടെ 100 കുഴിയുണ്ട്. ഈ കുഴിയിൽ നിന്ന് വീണാൽ എണീറ്റ് അടുത്ത കുഴി വീഴും, അല്ലേ? അതുകൊണ്ട് എനിക്ക് ഇത്രയും കപ്പാസിറ്റിയൊക്കെ ഉള്ളത് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ഉയിർപ്പിച്ചിട്ട് വീണ്ടും എന്നെ എന്താണ് ആ അന്ധകാരത്തിൽ തപ്പിത്തടയാനായിട്ട് വിടുന്നില്ല. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചിട്ട് എന്താ എഴുതിയിരിക്കുന്ന അവിടെ? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് അവനോടുകൂടെ ഉയിർപ്പിച്ച് അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അവനോടുകൂടെ. ഇനിയെല്ലാം അവന്റെ കൂടെയാണ്. ഇനിയെല്ലാം അവന്റെ കൂടെ തന്നെയാണ് നടക്കേണ്ടത്. അല്ലാതെ നമുക്കിനി പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും എന്റേതായിട്ട് ചെയ്യാനില്ല. കാരണം പൂർണ്ണമായും ഞാനിപ്പോൾ എന്താണ്, ഞാൻ അവന്റെ കയ്യിലാണ്. കാര്യം അവനാ എന്നെ ഉയർപ്പിച്ചത്. അവൻ എന്നെ ഉയർപ്പിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ട്, രക്ഷണീയ പ്രവൃത്തിയുടെ കംപ്ലീറ്റ് A-Z ആര് തന്നെയാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് ഡൺ ബൈ ഗാഡ്. അവൻ എന്നെ ഉയർപ്പിച്ചു, അവൻ എന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. എന്താണ്? അവനോട് കൂടെ ഇരുത്തി. അവനോട് കൂടെയാണ് ഇനിയുള്ള എന്റെ സകല കാര്യങ്ങളും. ഇനി ആ ക്രിസ്തു എന്നിൽ വാഴുവാനായിട്ട്. കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന 1-ാം അധ്യായത്തില് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1:12 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു എന്താണ്, അവൻ നമ്മളെ അവനോടുകൂടെ ഉയിർപ്പിച്ച് അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. കാര്യം എന്താണ്? അവൻ എന്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ ഇനിയിപ്പോ ആ ഒരു സ്ഥലത്തെ ഇവന് വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ചിട്ട് വീണ്ടും എന്റെ പഴയ ലോകത്തിലേക്ക് അവൻ വിടാത്തത്? പഴയ ലോകത്തിലേക്ക് വിട്ടാൻ അവൻ അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ക്രിസ്തുവിനോടുകൂടെ എന്നെ എവിടെ കയറ്റിയിരുത്തിയിരിക്കുകയാണ്? സ്വർഗത്തിൽ. എന്തിനാണെന്നറിയാമോ? ആ സാഹചര്യത്തിലെ ക്രിസ്തുവിനെ വന്നിരിക്കാൻ പറ്റുള്ളൂ. എന്നിലേക്ക് കർത്താവ് കടന്നു വന്നിരിക്കണമെങ്കിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് പോയാൽ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോയാൽ പറ്റത്തില്ല. എന്നെ സ്വർഗസ്ഥലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ തന്നെ. എന്തുകൊണ്ട്? യേശു ഇനി ഇരിക്കണമെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് ഞാൻ വന്നാലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സമയമില്ല, നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ പറയുന്നു, ഇസ്രായേൽ മക്കൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന കാര്യമാണ്, കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ശരിക്കും മോശ ദൈവത്തോട് പ്രവർത്തിച്ചിരുന്നപ്പോൾ അവന് കൽപ്പനകളിൽ എഴുതി കൊടുത്തു. 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ആദ്യത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. അവിടെ കൽപ്പന എഴുതിയതേ ഉള്ളൂ, അതിങ്ങ് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ 2 തെറ്റിച്ചു കഴിഞ്ഞു.
ഇതാണ് മനുഷ്യൻ. അതുകൊണ്ട് മോശ ഇറങ്ങി വന്നു, കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിച്ചു, അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. 33-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മോശ പിന്നെയും കയറി ചെല്ലാനുള്ള ആഗ്രഹത്തോടു കൂടെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഒരു മോശ ഒരു കൂടാരം എടുത്തു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. ആ സമാഗമന കൂടാരം എവിടെ കൊണ്ടടിച്ചെന്നറിയാമോ? പാളയത്തിൽ നിന്ന് ദൂരെ, പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലും. യഹോവയെ അന്വേഷിക്കുന്നവൻ എവിടെ ചെല്ലും? യഹോവയെ അന്വേഷിക്കുന്നവൻ പുറത്തോട്ട് ചെല്ലണം, സമാഗമന കൂടാരത്തിലേക്ക് വേണം ചെല്ലാൻ. യഹോവ എന്നെ തിരക്കി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് ഇവൻ ക്യാമ്പിനകത്തിരുന്നാൽ, പാളയത്തിനകത്തിരുന്ന് കഴിഞ്ഞാൽ, ഈ പാളയത്തിനകത്തിരുന്ന ഒരാൾ ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയെല്ലാം നടത്തിയെന്ന് വെച്ചു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം അങ്ങോട്ട് കയറി ചെല്ലുമെന്ന്? ഇല്ല. എന്തുകൊണ്ടാണ്? പാളയത്തിൽ പാപത്തിന്റെ പാളയമായി മാറിയിരിക്കുകയാണത്. ഈ പാപത്തിന്റെ പാളയത്തിന് പുറത്തേക്ക് ചെന്നാൽ മാത്രമേ, സമാഗമന കൂടാരം അടിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? കർത്താവ് അവിടേക്ക് ഇറങ്ങി വരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. എന്ത്? ഇവിടെ കർത്താവ് പറയുന്നു, സ്വർഗസ്ഥലങ്ങളിലേക്ക് അവൻ ഇരുത്തിയിരിക്കുന്നു. അവിടെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തുവിന് എന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് സഭയുടെ ആസ്ഥാനത്ത് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ ദൈവം ഇറങ്ങി വരുമെന്ന് ചിന്തിക്കാൻ നമ്മൾ എന്നാ വിഡ്ഢികളാണോ? ദൈവം വിഡ്ഢിയാണോ? സഭയുടെ ആസ്ഥാനത്ത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് അതിനപ്പുറത്തോട്ട് മാറ്റി പന്തല് പണിത് 40 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല. ആദ്യം തന്നെ കാളക്കുട്ടിയെ എറിഞ്ഞുടയ്ക്കണം, അതിനെ ഉപേക്ഷിക്കണം. ഈ പാപത്തിന്റെ പാളയത്തിൽ നിന്ന് മാറി, അതായത് അവിടെയാണ് ദൈവം ശരിക്കും എന്ത് ചെയ്യുന്നത്? ദൈവത്തെ കാണണമെന്നുള്ളവൻ, യഹോവയെ അന്വേഷിക്കുന്നതിനൊക്കെയും, കാളക്കുട്ടി ഇരിക്കുന്ന സഭാസ്ഥാനത്തിലേക്കല്ല പോകുന്നത്, യഹോവയെ അന്വേഷിക്കുന്നതിനൊക്കെയും സമാഗമന കൂടാരത്തിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഉപവാസവും പ്രാർത്ഥനയും നടത്തിയ ഉടനെ തന്നെ ദൈവത്തെ എല്ലാവർക്കും കണ്ടുമുട്ടാമെന്ന് ആരും ചിന്തിക്കേണ്ട. ആദ്യം ആവശ്യമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ അശുദ്ധിയുടെ പാളയത്തിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലേക്ക് വസിക്കാനായിട്ട് കഴിയുന്നത്. രക്ഷിച്ചിടുവാനായി വാനത്തിൽ നിന്നേകത്തിൽ വന്നു താൻ. മാനവരെ രക്ഷിച്ചിടുവാനായി വാനത്തിൽ നിന്നേകത്തിൽ വന്നു താൻ. ജീവനേകിയോരേശു ഭൂവിൽ തിരികെ വരും. ഭൂവിൽ തിരികെ വരും. വേഗമേശ്വരക്ഷകനാഗമിച്ചിടും. മേഘമതാം വാഹനേ വേഗമേശ്വരക്ഷകനാഗമിച്ചിടും. മേഘമതാം വാഹനേ. ശുദ്ധരേ ആകാശക്കൂട്ടുവാൻ യേശു വരുന്നു താമസം വിനാ. തൻ ശുദ്ധരേ ആകാശക്കൂട്ടുവാൻ യേശു വരുന്നു താമസം വിനാ. പാർത്ത
വന്നിതാ കാന്തയലങ്കൃത മനോഹരി കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നിതാ കാന്തയലങ്കൃത മനോഹരി ക്ഷണിക്കപ്പെട്ടോരെല്ലാം ധന്യരഘോ എന്നുമേ ക്ഷണിക്കപ്പെട്ടോരെല്ലാം ധന്യരഘോ എന്നുമേ വേഗമേശുരക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ വേഗമേശുരക്ഷകനാഗമിച്ചിടും